ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജാർ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പം നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ജാർ കേക്ക്. അപ്പോൾ അതുപോലെ മറ്റൊരു ഐറ്റമാണ് ജാർ ഐസ്ക്രീം. നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് 2 എഗ്ഗ് വേണം. അപ്പോൾ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 2 എഗ്ഗ് പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി നമ്മൾ ഈ ഒരു മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് പാല്, 2 കപ്പ് പാൽ എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റ് പാൽ വരും. അതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 7 ടേബിൾ സ്പൂണ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഇതാക്കിയെടുക്കാം. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം, അടി കരിയാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ചെറിയൊരു തള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അടി കരിയുന്നത് ശ്രദ്ധിക്കണം. ഒരു ചെറിയൊരു തിക്ക് കൺസിസ്റ്റൻസി ആവും, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമ്മൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ടാണ് വാനില എസൻസ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടി കരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക്, ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് ഏകദേശമൊക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിലാണ് ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂണ് വാനില എസൻസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒന്നും കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ആ ചൂടോടെ തന്നെ ആഡ് ചെയ്യരുത്. അപ്പോൾ നമ്മളൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. മിക്സിയിലിട്ട് അടിക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ജാർ കേക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ജാറുണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഇതുപോലെ ഒരു ജാർ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മൈസൂർ പായം എടുത്തിട്ട് ചെറുതായിട്ട് പീസാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ മൈസൂർ പായം ആഡ് ചെയ്യാതെ ആ ഒരു മിക്സ് മാത്രമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ടൈപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈസൂർ പായ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫ്രൂട്ട്സ് ചേർക്കാം. പക്ഷേ മൈസൂർ പായ ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഇനി ഇതൊരു 8-9 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു റാപ്പ് പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നമ്മളുടെ ഐസ്ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു റിബണൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ജാർ കേക്ക് പോലെ ഒന്ന് അതിൻ്റെ ഒരു സ്റ്റൈലിൽ തന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് റെഡിയാക്കി എടുക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.